ഇപ്പൊ നമ്മൾ എവിടേക്കാണ്? പൈക്കര വാട്ടർഫാൾസ്. അതെ, അതിന്റെ ബോർഡ് കണ്ടത്. ലേറ്റ് വാട്ടർഫാൾ എങ്ങനെ ഉണ്ടാവേണ്ടിട്ട് 300 മീറ്റർ ഉണ്ട് ഇവിടുന്ന്. 300 മീറ്റർ കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ കാർ പാർക്ക് ചെയ്തിട്ട് ഏകദേശം 500 മീറ്റർ നടന്നു. ക്യൂ ആണോ? ക്യൂ ഒന്നുമില്ല. ടിക്കറ്റ് എടുക്കണ്ടേ? ടിക്കറ്റ് കണ്ടില്ലാന്ന് പറയാം. ഇതാണ് വാട്ടർഫോൾ, പൈക്കര വാട്ടർഫോൾ. എവിടെയായിരിക്കും? അതങ്ങനെ കയറി പോണം. ഇങ്ങനെ വഴി കയറി അങ്ങനെ കയറി പോണം. അറിയാണ്ടോ? അത് കഴിഞ്ഞ ആഴ്ച വരായിരുന്നു അല്ലേ? കഴിഞ്ഞ ആഴ്ച ഇപ്പം മഴ പെയ്തിട്ടൊന്നുമില്ല. അല്ലാണ്ട് പിന്നെ സ്കിപ്പ് അടിച്ച. അപ്പൊ കഴിഞ്ഞ ആഴ്ച വരായിരുന്നു. ആൾക്കാരൊക്കെ മഴയെന്ന് വെച്ചാൽ പേടിച്ചിരിക്കായിരിക്കും നമ്മളെ പോലെ. പേടിച്ചിരുന്നിട്ടായിരിക്കും ഈ ആഴ്ച എല്ലാരും കൂടെ ഒരുമിച്ച് ആയിരിക്കാം, എല്ലായിരിക്കാം. നമ്മള് എവിടെ നിന്ന് വന്നേ? നമ്മളത് അവിടെ നിന്നാണ് വന്നേ. അതെ, പകുതി ദൂരം കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തോരം ദൂരം? 300 മീറ്റർ. ഞാൻ ട്രക്കിംഗ് ഉള്ള നടക്കാനുള്ള കാരണം വന്നേ. ഞാൻ മറ്റേ ഡാമിന്റെ ഭാഗാന്ന് വെച്ചു. സെൽഫിൽ എടുത്തിട്ട് നിൽക്കുന്നിട്ട് പറയണ്ടേ? ഇപ്പൊ നമ്മള് പൈക്കര വാട്ടർഫോളില് എത്താറായി. ഓൾമോസ്റ്റ് എൻ്റെ അറിവിലായുണ്ട്, പക്ഷെ ഇവരുടെ കാൽക്കുലേഷൻ ആയിട്ടില്ല. പിന്നെ അവസാനം കാണുമ്പോൾ അവിടെയാണ് വാട്ടർഫോള്. ചെറുതാണ്. നീക്കള്ളേ ഞാൻ കഴിക്കുന്നു. അപ്പൊ അത്യാവശ്യം വലിയ വാട്ടർഫോൾ ആയിരിക്കും. ഇങ്ങനെ കയറി പോയാലോ? ഇങ്ങനെ കയറി പോയാലോ? ഫുഡ് കഴിച്ചിട്ട് പോരായിരുന്നു. ഡേറ്റ് ഇപ്പം എത്തുമ്പോൾ 3 മണി. എനിക്കേ പറ്റും. എന്തൊക്കെ പ്രശ്നങ്ങളല്ലോ. വെള്ളം പക്ഷെ ഡാം അവിടെ നിന്നടി, ഡാമിലത്തെ വെള്ള അവിടെ എന്തൊരു ബിൽഡിംഗ് ഇതൊക്കെ ഇല്ലായിരുന്നല്ലോ. പൊളിഞ്ഞ് പാലം പൊളിഞ്ഞതാണോ കാണാം. ഇനി അവിടെ എത്തിയിട്ട് കാണാം. കോഷൻ ഡ്യൂ ടു ഫ്രീക്വന്റ് മൂവ്മെന്റ് ഓഫ് വൈൽഡ് ആനിമൽ ക്രോസിംഗ്. മൃഗങ്ങളൊക്കെ എന്തുണ്ടെന്ന് അത് പേടിപ്പിക്കാൻ പറഞ്ഞടി. അങ്ങനെ 1/2 മണിക്കൂർ ക്യൂ നിന്നിട്ട് 15 മിനിറ്റ് പോടി ക്യൂ നിന്ന്. എൻ്റെ പൊന്നി, ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്തു. ഇനി വാട്ടർഫോൾ എങ്ങനെ ഉണ്ടാകുമെന്നാണ് അടുത്ത ചോദ്യം. അതിനകത്ത് എവിടെയൊക്കെ വെക്കേ ടിക്കറ്റ് അടിക്കുക. എത്ര എന്ത് ചെയ്യുന്ന? തമിഴ്നാട് ഇപ്പൊ നമുക്ക് ലാഗ് വന്നേ. ആ ചെക്കൻ വന്നിട്ട് കാറോടിക്ക് ചെക്കൻ വന്നിട്ട് ടിക്കറ്റ് എക്സ്ട്രാ എടുത്ത് തരാൻ പറഞ്ഞിട്ട് ആ ചെക്കൻ്റെ വേറെ ടിക്കറ്റ് എടുത്തു. അത് 8 പേർക്ക് 420 ചില്ലറ ബാക്കി വെച്ചിട്ടേ. അപ്പൊ അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നു. എവിടെയാണ് വാട്ടർഫോൾ? ഇനിയും നടക്കാണ്ടല്ലേ? ചെറിയ സ്റ്റെപ്സ്. അപ്പൊ ഇനി താഴെ നല്ല വ്യൂ അല്ലേ? ഇത് ഡാമിന്റെ ബാക്കിയാണോ? അല്ലാന്ന്. ഡാം അപ്പുറത്തല്ലേ? അതെ, താഴെക്കൂടെ പോവാം. അപ്പൊ ഇതാണ് വഴി. നമ്മൾ റോങ് വഴി കൂടെ പോകുന്നു. നോക്കാൻ എന്താന്നറിയാ? ഇപ്പൊ താഴെ പോയി കഴിഞ്ഞ് പിന്നെ ഇവിടെ കയറാൻ നമുക്ക് മടിയാവും. നല്ല വ്യൂ ഉണ്ടല്ലേ? ക്ലിയർ. എന്തിനില്ലേ? നിറച്ച ആൾക്കാരുണ്ട്. ഇവിടെ കസാരയുണ്ട് ഒക്കെ ഇട്ട് ഇരിക്കണൊക്കെ. ആ ഇതാണ് വാട്ടർ. എടി ഇവിടെ നിന്നാണ് വ്യൂ. സ്ലിപ്പായിരിക്കും. ഓ ഇതാണ് വ്യൂ. താഴേക്ക് പോകേണ്ട ആവശ്യമില്ല. താഴേക്ക് വെള്ളത്തിൽ പോകാനാ. അത് നമ്മളെന്നും കാണായത് കൊണ്ട് പ്രശ്നമില്ല. ഓടിട്ട് കുളിശീൻ വീഡിയോ വൈറലാവുള്ളൂ. ശരിക്കും നമ്മൾ പോകേണ്ട വഴി എന്ന് പറയുന്നത് ആ സ്റ്റെപ്പ് വഴിയാണ് പോകേണ്ടത്. പക്ഷെ ഇവിടെ നിന്നാണ് നല്ല വ്യൂ. നമുക്ക് മൊത്തം വ്യൂ കിട്ടും. ഇതാണ് വാട്ടർഫോൾ, പൈക്കാര വാട്ടർഫോൾ. ഇങ്ങനെ താഴേക്ക് അങ്ങോട്ട് പോവാം. ഓ ഈ വഴി ഇങ്ങനെ താഴേക്ക് പോടി. അങ്ങനെ കയറ്റം ഇറങ്ങി വന്നു. ടെൻഷടിച്ച് വേർത്തു. ഇന്ന് വേർത്ത് ഊട്ടി വന്നിട്ട്.
ഇതെല്ലാം ഈ താഴേന്ന് കാണാൻ പറ്റുന്ന പറഞ്ഞ പൊളിഞ്ഞ സാധനം അവിടേക്ക് എന്നെ വന്നേ അറിയില്ല കേട്ടോ. ഇതില് ഇങ്ങനെ വാട്ടർഫോൾ ഇതിട്ട് 50 കൊടുത്താലും വലിയ നഷ്ടമില്ലല്ലേ. സാധനമാണ് വന്നൊരു 1 ഡേ സ്പെൻഡ് ചെയ്തത് അല്ലേ. അങ്ങനെ നമ്മൾ ബൈക്കൻ്റെ വാട്ടർഫോൾസിന് താഴെ എത്തി. ഇതാണ് വാട്ടർഫോൾ വരുന്നത് ഇതല്ലേ. അതൊരു ഇത് കഴിഞ്ഞിട്ടിട്ട് ഇതിലേക്ക് ചിക്കൻ ബിരിയാണി വന്നു. മാത്രമല്ല റൈസ് എൻ്റെ ഇവിടെ കീച്ച് കയറാണ്ട് ചിക്കൻ ബിരിയാണി വന്നു. തമിഴ്നാടൻ ചിക്കൻ ബിരിയാണി, സാഗ്, ചിക്കൻ ചാവ, അങ്ങനെ വരാം തിരക്കോട്ട്. ഇപ്പം നമ്മൾ പൈക്കര വാട്ടർഫോൾ കഴിഞ്ഞിട്ട് അടുത്ത് തന്നെ ഇപ്പോൾ ഓൾറെഡി ലേറ്റ് 2 മണി. അതുകൊണ്ടാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. ഇതെനിക്ക് തരില്ല തോന്നുന്നു, ആ ചേച്ചിക്ക് ദേഷ്യം തോന്നുന്നു. ഞാനത് കഴിക്കേണ്ടി വരുന്നോളൂ. ഇതാണ് തമിഴ്നാടൻ ബിരിയാണി. പക്ഷേ ടേസ്റ്റിനുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട ഗുഡ്, നല്ല രസമുണ്ട്. ഇത് ഇവിടുത്തെ ബിരിയാണി തീരാറായിരുന്നു, അടിഭാഗം വരെ എത്തി. പറയണ്ടല്ലോ അല്ല ബിരിയാണി ഇറ്റ്സ് ഗുഡ്.